ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഒരു മദാമ്മയുടെ വീട്ടിലാണുള്ളത്. ആ മദാമ്മ ആരാന്ന് വെച്ചാൽ എൻ്റെ പുറകിലുണ്ട്. ഹായ് ഗായ്സ്, സവരിക ഹാപ്പിന. അപ്പോൾ ഇതാണ് മദാമ്മ. ഈ മദാമ്മയുടെ വീട്ടിലാണ് ഇപ്പം ഞാൻ ഉള്ളത്. നിങ്ങൾ വിചാരിക്കും എനിക്ക് വീടും കൂടും ഒന്നും ഇല്ലെന്ന്. പക്ഷെ എനിക്ക് വീടും കൂടുമൊക്കെ ഉണ്ട്. വീടും കൂടും ഉണ്ട്. നമ്മൾ കല്യാണം ആയതുകൊണ്ട് ഫേഷ്യൽ ചെയ്യാനൊക്കെ പോവാണ്. ഇന്നൊരു സർപ്രൈസ് ഉണ്ട് ഗൈസ്. ഇല്ലേ മീനാക്ഷി? ഇന്നൊരു സർപ്രൈസ് ഉണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സരിതമ്മയുടെ അവിടെ ഉണ്ട്. ഫേഷ്യൽ ചെയ്യാൻ പോകാനിരിക്കുകയാണ്. മീനാശിക്ക് വെക്കുന്നതല്ല. എന്തിയേ? വെള്ളം എടുത്ത് തരുമോ? ഇവരെ വീട്ടിൽ വന്നല്ലേ വെള്ളം പോലും തരത്തില്ല കുടിക്കാൻ ചോദിച്ച. എടുത്തതാ. മുത്തും മുടി വെട്ടി ലിപ്സ്റ്റിക്ക് പടം. അങ്ങനെ ഫോൺ വെച്ചോ. നിങ്ങളുടെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുക. അമ്മയുടെ കൂടെ ഇങ്ങനെ വെട്ടിയിടാനാ. അമ്മ പറയുന്നത് സന്ധ്യത്തെ എന്താ? സന്ധ്യത്തെ ഇഷ്ടപ്പെട്ടാ? ഓക്കെടാ. നിങ്ങൾ വരുന്നില്ലേ രണ്ടും? ഇങ്ങനല്ല മതാ, ഇത്രയും മതി. നമ്മൾ പോവാനിറങ്ങി. എന്തിയേ മദാമ്മ നിക്കുന്ന അക്ക ദ ഗ്രേറ്റ്. ഇല്ല ഒന്നുമില്ല, പൊക്കോ. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ആരും ഇല്ല പൈസ തരാൻ. പൊക്കോ. വെള്ളം ഇട്ടാണ് വെള്ളം കിട്ടും. ഭയങ്കരമാണ് ആള്. കോടീശ്വരൻ. നിങ്ങളുടെ അച്ഛൻ വ്ലോഗിനെ പറ്റി എന്താ പറയാ? വ്ലോഗാന്ന് സ്നാപ്പല്ല. സാരഥി ഇന്ന് ചന്തുവാണ്. ചന്തു ഇതിനെ കൊണ്ടോ ഇങ്ങനെ കണ്ടോ? എല്ലാം ഇളക്കി എന്റെ മുടി. കോപ്പിറൈറ്റ് എഴുതാൻ പാടിയ നമുക്കിനി പോവാം. എവിടെ? ഇവരെന്നെ വന്ന് ഇവിടെ നിന്ന് തൂക്കി. അമ്മു അപ്പൊ ഗൈസ്, നമ്മൾ MK സിഗ്നേച്ചറിൽ നിന്ന് ഇറങ്ങി ഞാൻ വീണ്ടും നമ്മുടെ സ്വന്തം 4 ചക്ര വാഹനത്തിൽ കയറി. പിന്നെ നമ്മളെ കാറിൽ തന്നെ ഞാൻ തിരിച്ചു കയറി. അവര് അമ്മയും മീനാക്ഷിയും നീരാവില് അവിടെ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി. ഇവിടെ അമ്മ എന്നെ കൂടെ കൊണ്ടുപോകുന്നു. ചെരുപ്പൊക്കെ മേടിക്കണം അമ്മയ്ക്ക്. എല്ലാത്തിനും അമ്മയ്ക്ക് ഞാൻ വേണം. അത് കഴിഞ്ഞ് നമുക്കും പോണം പാർലറിൽ. അപ്പോൾ MK ഇറങ്ങി ബാറ്റയിലോട്ട് പോവാ ചെരുപ്പ് മേടിക്കാൻ.
നമ്മൾ ബാറ്റയിൽ വന്നു ഗൈസ്. ചായ വേണോ? ഒരു ചായ ഇല്ല, ഇങ്ങോട്ട് നടാ. നമ്മളൊക്കെ എന്തെങ്കിലും മേടിച്ചു തരാൻ പറയുമ്പോ പൈസ ഇല്ല മുട്ട എൻ്റെ കയ്യില് എന്ന് പറയുന്ന ആളാ. അയാളുടെ ആവശ്യത്തിന് ഇപ്പൊ വന്നേക്കുന്ന ഇവിടെ ചെരുപ്പിന്. നമുക്ക് ബാറ്റയിൽ കയറാം. ബാറ്റ സെയിൽ നടക്കും കേട്ടോ ഗൈസ് ഇവിടെ. ഈ ബാറ്റിൽ ഞാൻ വന്നിട്ടില്ല അമ്മുക്കുട്ടി. ഇവിടെ ചെരുപ്പ് പറക്കാൻ നടക്കുന്നതേ ഉള്ളു. അമ്മ ഈ ചെരുപ്പ് കൊള്ളാമല്ല അമ്മ. അമ്മയ്ക്ക് ചായ വേണോന്ന്. വേണോ അമ്മ? എന്നാ വേടിയിരി. പൈസയൊക്കെ അമ്മയല്ലേ കൊടുക്കുന്നത്, വേടിയിരി. ജോലിക്കാരി മോളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം. എന്നാ എനിക്കൊരു മോമോസും കൂടെ കണ്ട അമ്മ. ഒരു അമ്മുക്കുട്ടിയുടെ വകയെന്ന് കേറ് കേറ്. നമ്മൾ 2 സെറ്റ് മോമോസും അമ്മയ്ക്ക് എന്തോ ആയത്തേക്കാ പോകുന്നത്. പഴംപൊരിയും 3 കോഫിയും വാങ്ങിച്ചു. എല്ലാം അമ്മൂൻ്റെ സ്ഥലം. അമ്മൂൻ്റെ എൻ്റെ മോമോസ്. അങ്ങനെ ഉണ്ടമ്മു ഫുഡ് വ്ളോഗ് ഫുഡ് വ്ളോഗ് തുടങ്ങാം നമുക്ക്. ഇത് കുടിച്ചിട്ട് വരാം ഗൈസ്. നമ്മള് ബാറ്റെന്ന് ഇറങ്ങി പിന്നെ കാപ്പി കുടിച്ച് മോമോസ് കഴിച്ചിനി പാർലറിൽ പോവാ. എവിടെ അമ്മ പോന്നേ? ലേ ബ്യൂട്ടി ഓർ സലോൺ ദിയാർ എവിടാ? ആരും ഒന്നും പറയുന്നില്ല. അപ്പൊ നമ്മൾ സലോൺ ദിയാറാണ് ഫിക്സ് ചെയ്തത്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ബീച്ച് റോഡ് കയറിയാ പോന്ന. അമ്മയ്ക്ക് പല സമയം പല സ്വഭാവമാണ്. കാപ്പി കുടിച്ചാൽ പറഞ്ഞ് ഇവിടെ വന്ന് ജ്യൂസ് കുടിച്ചാൽ മതിയായിരുന്നു. ഇനി അങ്ങോട്ട് പോകുമ്പോൾ പറയും ഇവിടെ നിന്ന് ഫലൂട കുടിച്ചാൽ മതിയായിരുന്നു. എന്തിയമ്മ കഴിഞ്ഞോ? നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. നിങ്ങളാ മേഘം നോക്ക്, എന്ത് രസമുണ്ട് കാണാൻ. ഓ ഇവള് കുലുക്കി കൊണ്ടുപോകുന്നോണ്ട് അതും കുലുങ്ങുന്നു. സർക്കാർ കുലുക്കുന്നതാണ്. ആ അവര് കേറി റോഡിനകത്ത് ഇരിക്കുന്നു കുലുക്കാൻ. അമ്മു വണ്ടി ഓട്ടിക്കുകയാണേലും ഗിയറും കൺട്രോളും സ്റ്റിയറിങ്ങും അമ്മയുടെ കയ്യില. അമ്മു ഓട്ടിക്കുന്നതിന്റെ ഇടയ്ക്ക് അങ്ങ് പറച്ചില്ല. അപ്പൊ ഗൈസ് നമ്മൾ പോളയത്തോടുള്ള സലോൺ ദിയാറിലാണ് വന്നത്. എൻ്റെ മുടി വെട്ടാനാണ് ഗൈസ് ഞാൻ വന്നത്. അമ്മൂന് എൻ്റെ മുടി വെട്ടാനും അമ്മൂന് ക്ലീനപ്പ് ചെയ്യാനും വന്നത്. അമ്മ ഒന്നും ചെയ്തില്ല, ഞങ്ങൾ രണ്ടും മാത്രമേ ചെയ്തോളൂ. അമ്മയ്ക്കും പപ്പയ്ക്കും അമ്മച്ചമ്മയ്ക്കും ഒന്നും തീരെ ഇഷ്ടമല്ലായിരുന്നു മുടി വെട്ടാൻ. പിന്നെ എല്ലാവരും പറഞ്ഞപ്പോൾ അമ്മ ഓക്കെ ആയി. പക്ഷെ അമ്മച്ചമ്മയും പപ്പയുമാണ് വെട്ടണ്ടെന്ന്. പപ്പ പറഞ്ഞ് മുടി വെട്ടിയിട്ട് ഇങ്ങോട്ടാരും വരരുതെന്ന്. പക്ഷെ എൻ്റെ ഒരാഗ്രഹം, എൻ്റെ കുറേ നാളത്തെ ഒരാഗ്രഹം മുടി വെട്ടണമെന്ന്. ഞാൻ അവസാനമായിട്ട് മുടി വെട്ടിയത് 1ാം ക്ലാസ്സിൽ പഠിക്കാൻ നേരത്താണ്. എന്നുവെച്ചാൽ ഇങ്ങനെ പാർലറിലൊക്കെ പോയി വെട്ടിയത് 1ാം ക്ലാസ്സിൽ പഠിക്കാൻ നേരത്താണ്. ജസ്റ്റ് ഫ്രണ്ടിൽ മാത്രം കുറച്ച് വെട്ടാൻ വേണ്ടി. ഈ ചേട്ടനാണ് എൻ്റെ മുടിയൊക്കെ വെട്ടി തന്നത്. ആൾക്ക് എൻ്റെ മുടി വെട്ടാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഇത്രയും നീളമുള്ള മുടി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്യാമറ ചരിച്ച് അപ്പം മുടി വെട്ടി. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അമ്മയ്ക്ക്
കുറച്ച് ഫ്രണ്ട് മാത്രം എന്താ ഇത്രയും. എന്താ ഒരു സന്തോഷമില്ലാത്ത? എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ അവള് കുറെ നാളുകൊണ്ട് ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ഞാൻ 1ാം ക്ലാസ്സിൽ അവസാനമായിട്ട് മുടി വെട്ടിയത്. നമ്മള് പോവും. അമ്മ ഇനി എങ്ങോട്ടാ പോന്നെ? എവിടെ പോന്ന്? നമ്മള് മൈതാനത്ത് വന്ന് കൊച്ചുമോൾ ഇവിടെ ഉണ്ട്. കൊച്ചുകളെ ഇഷ്ടപ്പെട്ടോ? മുടി അത്രയും വെട്ടി അപ്പൊ ഗൈസ് മുടിയൊക്കെ കെട്ടി തിരിച്ച് ഞാൻ ആശ്രമത്തിൽ നിന്ന് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാനും അമ്മയും പൊരിഞ്ഞടിയായിരുന്നു. അവസാനം കരച്ചിലൊക്കെയാണ് അതവിടെ തീർന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂടേ പോയി. മുടിയൊക്കെ വെട്ടി ഗൈസ്. അല്ലാ ഇത്രയല്ല ഇനിയും വെട്ടണത്. ഇനി നല്ലോണം മുടിയൊക്കെ കെട്ടുമ്പോൾ കാണാം. അപ്പം ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും.